എത്തുന്ന രീതി ഒന്നും നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. വേറെ വീട്ടിൽ നിന്നാലും ഇവിടെ എത്താൻ പറ്റില്ല, ബസ് കയറണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാഹനമാർഗം വഴി അല്ല, നമ്മള് ഇവിടേക്ക് എത്തിപ്പെടേണ്ട രീതി. എറണാകുളത്ത് നിന്നും ശരിക്കും 40 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. മലയാറ്റൂർ ഫോറസ്റ്റിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ അടുത്ത് നമ്മൾ വനത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആഹാരത്തെ സ്നേഹിക്കുന്നതും. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവരും ഒപ്പം ആഹാരത്തെ സ്നേഹിക്കുന്നവരും, ആ ആഹാരത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ പോയപ്പോൾ ഓർഡർ ചെയ്ത് കൊടുത്ത ഒരു സംഭവമുണ്ട്. ചേച്ചി ഇത് കത്തിച്ചല്ലേ? അപ്പോൾ നമുക്കിന്ന് VSSൻ്റെ കീഴിലുള്ള VSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന സംരക്ഷണ സമിതി. സംരക്ഷണ സമിതിയോ? സംരക്ഷണ സമിതി. അപ്പോൾ വന സംരക്ഷണ സമിതിയിലെ മല്ലിക ചേച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. മല്ലിക ചേച്ചിയുടെ നമ്മൾ രാവിലെ പോയപ്പോൾ ഓർഡർ ചെയ്തിട്ട് പോയി ഒരു ഫുൾ ചിക്കനും പിന്നെ അപ്പവും. അപ്പോൾ അത് ചേച്ചി നമുക്കിപ്പോൾ ഉണ്ടാക്കി തരാൻ പോവുകയാണ്. അപ്പം വേണ്ട, ആദ്യമായിട്ട് ശ്വാസം അകത്തേക്ക് വലിക്കുക, കൈകൾ രണ്ടും കറക്കുക. ഇതിന് 2 കാലില്ലാത്തതുകൊണ്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. ചേച്ചി എവനെ അല്ല എവളെ പെൺകുട്ടിയാണെന്ന് തോന്നുന്നല്ലേ? നമുക്ക് പൊരിച്ചങ്ങ് എടുക്കാം. ചേച്ചി ഇവിടെ നമുക്ക് പാചകമൊക്കെ ചെയ്യാമോ വന്നു കഴിഞ്ഞാൽ? ചെയ്യാം, പക്ഷെ അത് ഗൈഡുകളുടെ നിർദ്ദേശാനുസരണം മാത്രം. അപ്പോൾ നമ്മൾ കേട്ടല്ലോ, നമുക്ക് തോന്നിയ പാട് കാട്ടിൽ കയറി തീയൊക്കെ കത്തിച്ച് കാട്ടുതീ പടർത്തരുത്. അപ്പോൾ അതിന് പകരം DFO നിർദ്ദേശിച്ച സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ നേരെ എണ്ണയിലേക്ക് ഇടുക. അപ്പോൾ ഇതും കൂടെ അതിൻ്റെ കൂടെ തന്നെ കിടന്ന് റെഡി ആവട്ടെ. പിന്നെ നമ്മളിവിടെ പിടിക്കുന്ന മീൻ ഇവിടെ വെച്ച് ഇങ്ങനെ വറുത്തെടുക്കാൻ പറ്റുമോ, അതോ കറി വെച്ചെടുക്കാം? ചേച്ചി നമ്മൾ മീൻ പിടിക്കാൻ പോയി കേട്ടോ, പക്ഷെ മീനൊന്നും കിട്ടിയില്ല. നമ്മളിങ്ങനെ തിരിച്ചു വന്നു. വെള്ളം കൂടുതലല്ലേ പുഴയില്, കിട്ടില്ല. മീൻ കിട്ടണമെങ്കിൽ ശരിക്കും ഇവിടുത്തെ സീസൺ അങ്ങനെ വല്ലതും ഉണ്ടോ? ഡിസംബർ ആണല്ലേ? ഇവിടെ നമ്മൾ ബിനോയ് സാറ് ഉദ്ഘാടനം ചെയ്ത എന്തോ ഒരു സംഭവം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നില്ലേ? ഇൻഫർമേഷൻ സെന്റർ. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുബന്ധിച്ചാണ് ഞങ്ങള്. അത് ശരി, ഫുഡ് അല്ലേ തുടങ്ങിയതല്ലേ? ഓ അത് ശരി, ഐശ്വര്യമായി. നമ്മൾ പറഞ്ഞതിന് തൊട്ട് മുമ്പാണ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞത് ഫുഡിന്റെ. അപ്പോൾ ഒരുപാട് നമ്മൾ ഏരിയാസിൽ പോകുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് ഏരിയകളിൽ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ അടുത്ത തവണ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിരിക്കും, എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി അവിടെ തുടങ്ങിയിരിക്കും. അപ്പോൾ എന്തായാലും കൊള്ളാം, വിജയത്തിലേക്ക് കുതിക്കുന്ന നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. മോള് നേരത്തെ ഇവിടെ ടൂറിസ്റ്റായിട്ട് വന്ന കുട്ടിയാണ്. അപ്പം മോളെ ഞാൻ പരിചയപ്പെട്ടു, നല്ല സുന്ദരി കുട്ടി. മോള് നേരത്തെ ഒരു പാട്ട് പാടി. അപ്പം എന്തായാലും ഇപ്പോൾ ഓൺ എയറിൽ ഇവിടെ ഇരുന്നോ, ഒരു പാട്ട് പാടുന്നതായിരിക്കും. ചങ്ങാത്തൻ കൂടാൻ വാ, പശുവിന്റെ താത്ത ഒരുക്കാൻ പൊന്നോളം ചങ്ങാതി പൂവാല ചങ്ങാത്തൻ കൂടാൻ വാ, നെങ്ങേലി പശുവിന്റെ പാലത്തെറിപ്പിന് താത്ത ഒരുക്കാൻ കുന്നോളം ചങ്ങാതി. ചക്കരക്കുട്ടി മോളെ, താങ്ക് യു. ഫുഡ് ഓൺ റോഡ് എന്ന് പറഞ്ഞേ. ഫുഡ് ഓൺ റോഡ് എല്ലാ പ്രേക്ഷകരും പറഞ്ഞേ, ഫുഡ് ഓൺ റോഡ് കാണണേ, മറക്കരുതേ. ഓ താങ്ക് യു. നമ്മള് പരിപാടിയൊക്കെ കാണോ? അതില് പുതിയ ഫുഡൊക്കെ കാണിക്കുമല്ലോ ചേച്ചി? സ്പൈക്ക് ചെയ്തിട്ട് ഏത് ചാനലിൽ കാണിച്ചാലും കാണും, ശ്രദ്ധിക്കും. ഓക്കെ.
അപ്പോൾ നമ്മൾ അതിനെ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഈ ചിക്കനോടൊപ്പം നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് എന്താണ് ചേച്ചി? അപ്പം. അപ്പോൾ എന്താ? കള്ളൊഴിച്ചുണ്ടാക്കുന്ന അപ്പം. എത്ര പാകത്തിന് കഴിക്കുന്നതാണ് നല്ലത്, നല്ല ചൂടോടുകൂടി അല്ലേ? ഇങ്ങനെ നേരെ ആ കല്ലിൽ നിന്ന് എടുത്തിട്ട് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു സുഖം. അത് കഴിഞ്ഞിട്ട് അപ്പം ചുട്ടുകൊണ്ടിരിക്കുക. എന്തായാലും ചിക്കൻ ഞാൻ കുറച്ച് എടുത്തു. എനിക്ക് സഹിക്കുന്നില്ല, നല്ല ചൂട് ചിക്കൻ. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിയില്ലാതെ അത് ശരി. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് കഴിക്കുന്നു. അപ്പോൾ ചിക്കനും അപ്പമൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് കഴിക്കും. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസിൽ ഈ ചൂട് ചിക്കനും ചൂട് അപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ചേച്ചി. രഞ്ജിത്ത്, ഈ അപ്പം തീരുമ്പോഴത്തേക്കും അവിടെ ചിക്കൻ ഉണ്ടാവുമോ? ബാക്കി ചിക്കൻ ഉണ്ടാവും, പക്ഷേ എടുക്കാം ചേച്ചി. അപ്പോൾ കാട്ടിൽ വരുമ്പോഴത്തേക്കും ഈ നമുക്ക് എന്താ വേറെ ഒരു സംഭവങ്ങളും വേണ്ട, നമുക്ക് നാട്ടുമൃഗങ്ങൾ തന്നെ നമ്മുടേതായിട്ടുള്ള കോഴി ഇതൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഇത് തന്നെ നമുക്കിവിടെ നല്ല ലാവിഷായിട്ട് നമുക്കിവിടെ എൻജോയ് ചെയ്യാം. ദൈവന്റെ വയർനസും വെറുതെ. എന്റെ രഞ്ജിത്തെ ഒന്ന് നിർത്ത ആക്രാന്തം. ഫുഡ് ഓൺ റോഡ്, ട്രാവലോഗ് വിത്ത് എത്നിക് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ആഹാരവും മറ്റൊരു വിഭവവുമായി നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.